ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. അതായത് ഒരു യാത്ര പോവുകയാണ് നമ്മൾ. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടുകയാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ചൂടെടുത്ത് പണ്ടാരം തുടങ്ങി ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ ട്രെയിനും കൂടെ ലേറ്റ്. അപ്പോൾ പിന്നെ എന്താണെന്ന് പറയാലോ, അങ്ങനെ മമ്മയും മക്കളും കൂടെ ആകപ്പാടെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ അങ്ങനെ ഇരിപ്പാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾ ദേ അങ്ങനെ കുലുങ്ങി കുലുങ്ങി എത്തുന്നുണ്ട്. ഇനി ചാടി എങ്ങനെയെങ്കിലും അകത്ത് കയറുക, പോയി സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മളങ്ങനെ ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ചാടി അങ്ങനെ അകത്തൊക്കെ കയറി എല്ലാവരും അങ്ങനെ അവരവരുടെ സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ ഇടം പിടിച്ചിട്ടുണ്ട്. മക്കളുടെ വെക്കേഷൻ ആവാൻ അങ്ങനെ കാത്തിരിക്കും എനിക്ക് വീട്ടിൽ ഓടി പോകാൻ വേണ്ടിയിട്ട്. ഇവന്മാരെയും കൊണ്ട് പിന്നെ നേരെ ഓടുന്ന മുംബൈക്കാണ്. അവിടെ പോയി പിന്നെ കുറച്ച് ദിവസം അമ്മച്ചിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു സമാധാനമാണ്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ എന്തായാലും ട്രെയിനിലൊക്കെ കയറി ഇരിപ്പായിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ, മുംബൈയുടെ വിശേഷങ്ങളൊക്കെ ഓരോന്നും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാലഡ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് ബ്രെഡ് ചാച്ചാന്നുള്ളതാണ്. ആദ്യം അവന്മാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചാച്ചിയിട്ട് പിന്നെ ഞാൻ ചാച്ചാന്ന് പറഞ്ഞിട്ട് എന്തായാലും അവന്മാർക്കുള്ള ബെർത്തൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞാനും അഭിമോനും കൂടെ ചേർന്ന് ആ ബെർത്തൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും AC ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്സ് റീലായിട്ട് ഇടുന്നുണ്ട്. നമ്മൾ കമ്പിളി അതിനകത്ത് തരുന്നത് അവരെനിക്ക് തോന്നുന്നു 1 മാസത്തിൽ ഒരു പ്രാവശ്യം കഴിവുള്ളെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്ക് ബെർത്തിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പിളി നമുക്ക് തരുന്നത്. അത് ചിലരെടുത്ത് പുതച്ചുകൊണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതും ഞാനത് റീൽസ് ആയിട്ട് എന്തായാലും ഇടുന്നുണ്ടത്. അപ്പോൾ ആ കമ്പിളി നമ്മൾ ബെർത്തിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് ഷീറ്റ് ഉണ്ട്. ആ വൈറ്റ് ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും കിടക്കേണ്ടത്. അത് ഞാൻ കണ്ടതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. മിക്കവർക്കും അറിയാവുന്ന സംഗതിയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടി ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. എന്തായാലും ഞാൻ ഷീറ്റൊക്കെ എടുത്ത് തട്ടിക്കുടഞ്ഞ് വിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ചുക്കുട്ടൻ അവിടെ നിന്ന് എൻ്റെ കൂടെ കിടന്ന് കുറുമ്പ് കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നു കിടന്ന്. പിന്നെ ഞാൻ അവർ അടിയൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് സൈഡിലോട്ട് മാറിയിരിപ്പുണ്ട് ആള്. ഇനിയെങ്കിലും നേരം വെളുത്തിട്ട് ഓടി അമ്മച്ചിയുടെ അടുത്ത് പോകാമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വെക്കേഷൻ ആകുമ്പോഴത്തേക്കാണല്ലോ നമ്മുടെ വീട്ടിൽ പോയി നിന്ന് അമ്മച്ചിയായിട്ടോ അപ്പച്ചനായിട്ടോ ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കൾക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. എന്നാലും മക്കളുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്കും ഒരു സന്തോഷമായിരിക്കും, നമ്മൾക്കും അതിലേറെ വലിയ സന്തോഷമായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ ബർത്തിൽ കിടക്കയൊക്കെ വിരിച്ച് ഇനി ഞാൻ ചാച്ചുകയാണ്. രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഥാനയിലാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു 11 മണിയാകുമ്പം നമ്മൾ ഥാനയിൽ ഇറങ്ങുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നു. പിന്നെ രാവിലെ എണീറ്റ് പിന്നെ ഇങ്ങനെ നേരെ നോക്കി കുത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് ഇത്രയും വേഗം ഒരു 11 മണിയായാൽ മതിയെന്നായി. എന്തായാലും 9 മണിയായി ഞങ്ങൾ എണീച്ചപ്പോഴത്തേക്ക്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. താനെ എത്തിയാൽ മതിയെന്നായി. എന്തായാലും താനെ എത്തി നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ലഗേജും ഒക്കെ ആയിട്ട് നമ്മളിനി അടുത്ത ഊബർ പിടിക്കാനുള്ള പുറപ്പാടാണ്.